ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ മലഞ്ചെരുവുകളിൽ പ്രകൃതി എന്നും അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ അപൂർവ കണ്ടെത്തൽ. 1867 ആദ്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്ന് കാണാതായതായി കരുതപ്പെട്ടിരുന്ന അപൂർവ ഹിമാലയൻ പുഷ്പമായ സയാനന്തസ് ഹുക്കേരി 158 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടെത്തി. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ അതീവ വിദൂരവും ദുഷ്കരവുമായ ചുന താഴ്വരയിലാണ് ഈ അപൂർവ സസ്യം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാലത്ത് ഇന്ത്യൻ സസ്യലോകത്തിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന ശാസ്ത്രലോകം വിലയിരുത്തിയിരുന്ന ഈ പുഷ്പത്തിന്റെ തിരിച്ചുവരവ് രാജ്യത്തിന്റെ ജൈവ വൈവിധ്യ പഠനത്തിൽ വലിയ നാഴികക്കല്ലായാണ് കണക്കാക്കപ്പെടുന്നത്. ദീർഘകാലത്തിന് ശേഷം ഈ സസ്യത്തെ വീണ്ടും കണ്ടെത്താനായതോടെ ഹിമാലയൻ മേഖലയിലെ സസ്യസമ്പത്തിന്റെ സമൃദ്ധിയെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ കണ്ടെത്തൽ അപൂർവ സസ്യങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും കൂടുതൽ ഗവേഷണങ്ങൾക്കും പുതിയ പ്രചോദനമാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. പ്രകൃതിയുടെ ഉൾക്കാഴ്ചകൾ ഇനിയും പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ലെന്നതിന് തെളിവായി ഈ അപൂർവ പുഷ്പത്തിന്റെ തിരിച്ചുവരവ് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിൽ അവസാനമായി ഈ സസ്യത്തെ രേഖപ്പെടുത്തിയത് 1867 ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ സർ ജോസഫ് ഡാൾട്ടൺ ഹുക്കർ ആയിരുന്നു. സിക്കിമിൽ നിന്നുമായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അതിനുശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് എവിടെയും ഈ സസ്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. അരുണാചൽ പ്രദേശിൽ ആദ്യമായാണ് ഈ പുഷ്പം രേഖപ്പെടുത്തപ്പെടുന്നത് എന്നത് കണ്ടെത്തലിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകരായ സുഭജിത് ലാഹിരി, മോണാലിസ ദാസ് എന്നിവരാണ് ഈ ചരിത്രപരമായ കണ്ടെത്തലിന് പിന്നിൽ. സുധാൻശു ശേഖർ ദാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫീൽഡ് സർവേക്കിടെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3600 മീറ്റർ ഉയരത്തിലുള്ള ചുന താഴ്വരയിൽ ഇവരുടെ ശ്രദ്ധയിൽ ഈ സസ്യം അകപ്പെട്ടത്. മാഗോ ഗ്രാമത്തിന് സമീപമുള്ള ദുർഘടമായ ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയാണ് ഇത്രയും വർഷം ഈ അപൂർവ സസ്യത്തെ മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറച്ചുവെച്ചതെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. ബെൽഫ്ലവർ കുടുംബത്തിൽപ്പെട്ട വളരെ ചെറിയ സസ്യമായ സയാനന്തസ് ഹുക്കേരിയുടെ പ്രധാന ആകർഷണം പർപ്പിൾ നീല നിറത്തിലുള്ള മനോഹരമായ പൂക്കളാണ്. ദളങ്ങളുടെ ഉൾഭാഗത്തുള്ള നേർത്ത രോമങ്ങളാണ് ഇതിനെ മറ്റിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിമനോഹരമായ ഈ പുഷ്പം ഇന്ന് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. ചുന താഴ്വരയിൽ വളരെ ചെറിയ കൂട്ടങ്ങളായാണ് ഈ സസ്യങ്ങൾ വളരുന്നത്. ഓരോ കൂട്ടത്തിലും 3 മുതൽ 7 വരെ സസ്യങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ഇന്ത്യയിലാകെ 50-ൽ താഴെ മാത്രം പൂർണ്ണ വളർച്ചയെത്തിയ സസ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഇതിന്റെ സംരക്ഷണം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ രാജ്യാന്തര ശാസ്ത്ര ജേണലായ ഓറിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വെറും 5-ൽ താഴെ സ്ഥലങ്ങളിൽ മാത്രമുള്ള സാന്നിധ്യവും അതീവ പരിമിതമായ ജനസംഖ്യയും പരിഗണിച്ച് IUCN റെഡ് ലിസ്റ്റ് മാനദണ്ഡങ്ങൾ പ്രകാരം ഈ സസ്യത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ഗവേഷകർ ശുപാർശ ചെയ്തിട്ടുമുണ്ട്.